അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് നഹ്വിലെ അൽ ഇസ്മുൽ മക്സൂർ. എന്താണ് അൽ ഇസ്മുൽ മക്സൂർ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഡെഫിനിഷൻ കേൾക്കൂ. കുല്ലു ഇസ്മിൻ മുഅറബിൻ ആഖിറുഹു അലിഫുൽ ലാസിമത്തിൻ മൻസൂബൻ ഖബ്ലഹ. എന്താണ് ഡെഫിനിഷൻ, മനസ്സിലായോ? എല്ലാ മുഅറബായിട്ടുള്ള ഇസ്മും, അതായത് മബ്നിയല്ല, അതായത് അതിൻ്റെ അവസാനത്തിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉള്ള ഇസ്മ്, അതിൻ്റെ അവസാനം എന്ത് വരിക? ഒരു അലിഫുൽ ലാസിമ വരിക. അത് രണ്ട് ടൈപ്പ് അലിഫും വരാം, അതായത് ഒയറു മങ്കൂത്തയായിട്ടുള്ള അലിഫും വരാം, അല്ലെങ്കിൽ ഖായിമായിട്ടുള്ള അലിഫും വരാം. ഈ രണ്ടിലൊരു അലിഫ് വരിക. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള അക്ഷരത്തിന് നസ്ബും കൊടുക്കുക. ഇത് ഇങ്ങനെ വരുന്ന ഇസ്മുകൾക്കാണ് ഇസ്മുൽ മക്സൂർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. ഫത്ത. ഫത്ത എന്ന് എഴുതി നോക്കൂ. എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ലാസ്റ്റ് ഒരു യാ ഉണ്ട്. അത് എങ്ങനത്തെ യാ ആണ്? പുള്ളില്ലാത്ത യാ ആണ്. ഒയറു മങ്കൂത്ത. അപ്പം ഒയറു മങ്കൂത്തായിട്ടുള്ള യാനാണ് എന്ത് പറയുന്നത്? ഒരു അലിഫാണ് ശരിക്ക്. അലിഫുൻ ഒയറു മങ്കൂത്ത എന്നാണ്. അലിഫുൻ ഒയറു മങ്കൂത്തയാണ് അൽ ഫത്ത എന്നുള്ളതിൻ്റെ ലാസ്റ്റ് വരുന്നത്. അപ്പം അലിഫുൻ ഒയറു മങ്കൂത്ത അവസാനം വന്നു. അപ്പോൾ ആ അലിഫിന് തൊട്ട് മുന്നേ ഉള്ളതിന് നമ്മൾ ആ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ നസ്ബ് വന്നു. പിന്നെ അടുത്ത വേർഡ് നോക്കൂ, ദുന്യ. ദുന്യ എന്ന് പറയുന്നതിൽ ഏതാ അലിഫ്? അലിഫുൻ ഖായിമയാണ് ലാസ്റ്റ്, അല്ലേ? അപ്പോൾ ആ അലിഫുൻ ഖായിമൻ്റെ തൊട്ട് മുന്നേ എന്താ ഉള്ളത്? നസ്ബ്. അപ്പം ലാസ്റ്റ് ഇസ്മു മുഅറബ് ആവണം. ഈ ഇസ്മു മുഅറബിൻ്റെ ഏറ്റവും അവസാനം ഒരു അലിഫു ലാസിം ഉണ്ടായിരിക്കും. അത് ഒയറു മങ്കൂത്തായിട്ടുള്ള യാओ അല്ലെങ്കിൽ അലിഫുൻ ഖായിമയോ ആയിരിക്കും. എന്നിട്ട് അതിന് തൊട്ട് മുന്നുള്ള അക്ഷരത്തിന് നസ്ബോ ആയിരിക്കും. അങ്ങനത്തെ ഇസ്മുകൾക്കാണ് അൽ ഇസ്മുൽ മക്സൂർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇറാബ് എപ്പോൾ എന്തായിരിക്കും? മുഖദ്ദറത്തായിരിക്കും. അതിന് മർഫൂവിൻ്റെ കേസിലാണെങ്കിലും മൻസൂബിൻ്റെ കേസിലാണെങ്കിലും മജ്റൂറിൻ്റെ കേസിലാണെങ്കിലും എല്ലാം എന്തായിരിക്കും? ഇറാബ് മുഖദ്ദറത്തായിരിക്കും. നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ. ജാ അൽ ഫത്ത. എന്താ ജാ അൽ ഫത്ത എന്ന് പറയുമ്പം ജാ ഫിയല്, ഫത്ത ഫായില്. ഫായിലിൻ്റെ ഇറാബ് നിങ്ങൾക്കറിയാം മർഫൂ ആണെന്ന്. അപ്പം ഇവിടെ ശരിക്കും റഫ് ആണ് കൊടുക്കേണ്ടത്, പക്ഷേ അവിടെ നമ്മൾ സങ്കല്പിച്ചാൽ മതി. മുഖദ്ദറത്തുൻ അല റഫ് എന്നാണ് ഇറാബ് എഴുതുക. അപ്പോൾ ഇവിടെ അവിടെ ഒന്നും ഉണ്ടാവില്ല, എഴുതുമ്പോൾ ഒന്നും പ്രകടമാവില്ല. അത് തക്ദീർ ചെയ്യാണ് ചെയ്യുക. അപ്പം ജാ അൽ ഫത്ത എന്നുള്ളതിൽ മുഖദ്ദറത്തുൻ, അതിൻ്റെ ഇറാബ് പറയുമ്പോൾ മുഖദ്ദറത്തുൻ അല റഫ്. നോക്കൂ, ഇനി നമുക്ക് ജറ് വരുന്ന ഒരു കേസ് നോക്കാം. സലാമുൻ അല ദുന്യ. അപ്പോൾ അല എന്നുള്ള എന്താണ്? ഹർഫു ജറാണ്. എന്നിട്ടും ദുന്യ എന്നുള്ളതിന് നമ്മൾ ദുന്നീന്നോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ ദുന്യ എന്നുള്ളത് ഒരു ഇസ്മുൽ മക്സൂറയാണ്. ഇസ്മുൽ മക്സൂറാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ജറ് ചെയ്യാൻ പറ്റൂല. ഇസ്മുൽ മക്സൂറിന് ലാസ്റ്റ് അലിഫുൽ ലാസിം ഉണ്ടായിരിക്കും. അതിന് തൊട്ട് മുന്നുള്ളതിന് എന്തുണ്ടാവും? നസ്ബ് ഉണ്ടായിരിക്കും. ഇനി മഫ്ഊൽ വരുന്ന കേസ് നോക്കൂ. മഫ്ഊലിൻ്റെ കേസ് നസ്ബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതും എന്താണ്? ഒക്കെ മുഖദ്ദറത്താണ്. സലാമുൻ അല ദുന്യ എന്നുള്ളതിലും അവസാനം തക്ദീർ ചെയ്തു. തക്ദീറുൻ അലൽ ജരി. റഅയ്തുൽ ഫത്ത എന്നുള്ള എക്സാമ്പിളിൽ മഫ്ഊലാണ്, അതായത് റഅ എന്നുള്ളത് ഫിയല്, തു ഫായില്, ഫത്ത എന്നുള്ളത് മഫ്ഊല്. അപ്പോൾ ഈ ഫത്ത എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നസ്ബ് ഇവിടെ ലോഹിറാവില്ല. നസ്ബ് ഇവിടെ മുഖദ്ദറത്താണ്. മുഖദ്ദറത്തുൻ അലൻ നസ്ബി എന്നാണ് പറയുക. ഇനി ഇസ്മുൽ മക്സൂറിൻ്റെ കേസിൽ തന്നെ ഈ ഇസ്മുൽ മക്സൂർ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള 3 ഉദാഹരണങ്ങളിലും അതെന്താണ്? മാരിഫയാണ്. അദ്ദുന്യ, അൽ ഫത്ത, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ മാരിഫയായിട്ടാണ് ഈ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മാരിഫയല്ലാതെ നെക്കിറയായി വരുമ്പം
ഏത് രൂപത്തിൽ എഴുതാം? നമ്മൾ ഖുർആനിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം. ഹുദൻ എന്നാണ് വന്നത്. എന്താ പറഞ്ഞത്? ഹുദൻ അല്ല, ഹുദ. ഹുദൻ എന്നുള്ളിടത്ത് എന്താണ്? തെൻവീൻ ചെയ്തു. എവിടെയാണ് തെൻവീന് കൊടുക്കേണ്ടത്? ഖബ്ലൽ അലിഫി. ഈ ഹുദ എന്നുള്ളതിൽ അവസാനം യാഉൻ ഒയറു മങ്കൂത്ത ഉണ്ട്. അതാണ് ഇവിടുത്തെ അലിഫ്. അലിഫുൻ ഒയറു മങ്കൂത്ത. ഈ അലിഫുൻ ഒയറു മങ്കൂത്തൻ്റെ തൊട്ട് മുന്നേയുള്ള അക്ഷരം, നമ്മൾ നേരത്തെ നെസ്ബ് ചെയ്യണം എന്ന് പറഞ്ഞ അക്ഷരത്തിന് ഒരു നെസ്ബും കൂടി കൊടുക്കുക, അതായത് തെൻവീൻ ചെയ്യുക. അപ്പോൾ അവിടെ എന്തായി? ഹുദൻ എന്നുള്ള രൂപത്തിലായി. അതായത് ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം എന്ന് വന്നു. അപ്പം നക്കിറ വരുന്ന കേസിൽ തെൻവീൻ ഖബുലൽ അലിഫ് വരണം. ഇതാണ് ഇസ്മുൽ മക്സൂറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇസ്മുൽ മക്സൂർ എന്താണ്? ഒരു ഇസ്മു മൗറബ്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ അക്ഷരം എന്തായിരിക്കും? ഒരു അലിഫുൻ ലാസിമയായിരിക്കും. അതിന് തൊട്ട് മുന്നുള്ളതിന് മൻസൂബായിരിക്കും. അത് മാരിഫയാണെങ്കിൽ ഒരു നസ്ബാണ് വരിക. നക്കിറയാണെങ്കിൽ തെൻവീനായിരിക്കും അതിന് മുമ്പുള്ള അക്ഷരത്തിന് വരിക. അപ്പം ഇത്രയാണ് അൽ ഇസ്മുൽ മക്സൂർ. വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.